ദൈവനാമത്തോടെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 ദിനവൃത്താന്തം 18:13 ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. എന്തുകൊണ്ടാണ് യഹോവ ദാവീദിന് ജയം നൽകിയത്? ചെന്നിടത്തൊക്കെയും കാരണം അദ്ദേഹം ദൈവത്തിൽ അത്രമാത്രം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ദൈവവചനത്തെ ശിരസാ വഹിച്ചിരുന്നു, അത് അനുസരിച്ചിരുന്നു. ദൈവശബ്ദത്തോട് മറുത്തു നിൽക്കാതെ ദൈവശബ്ദം ഏറ്റെടുത്ത് അതനുസരിച്ച് തിരിയുന്ന പ്രകാരം സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അതെ, ദൈവത്തിൻ്റെ ആ ഹൃദയത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോട് ദൈവശബ്ദത്തോട് അദ്ദേഹം പറ്റിച്ചേർന്ന് നടന്നിരുന്നു. എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിനോട് മറുത്തു നിൽക്കാതെ, ദൈവശബ്ദത്തോട് മറുത്തു നിൽക്കാതെ ആ വീഴ്ച വന്ന മേഖലകളിന്മേൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകലിൽ നിങ്ങൾ ഏതെങ്കിലും തോൽവിയുടെ മുഖത്തായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു, ദാവീദ് നടന്നതുപോലെ, അതെ, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് തിരിഹിത പ്രകാരം നടന്നതുപോലെ നിങ്ങൾ നടക്കാമെങ്കിൽ നിങ്ങളുടെ തോൽവികൾ ഇന്ന് പകലിൽ മാറി വിജയമായി മാറുവാൻ പോകുന്നു. നിങ്ങളുടെ തോൽവി മേഖലകളോട് ഇന്ന് പകലിൽ സ്വർഗത്തിന് ദൈവം ഒരു വാക്ക് കൽപ്പിക്കുവാൻ പോകുന്നു. അതെ, നിങ്ങളുടെ മുമ്പിൽ നിന്നും തോൽവിക്ക് പകരം അവിടെ ജയം വരുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ ഏത് മേഖലകളിലുള്ള തോൽവി ആയിക്കോട്ടെ, ബിസിനസ് മേഖലകളിലോ ജോലി മേഖലകളിലോ പഠന മേഖലകളിലോ എന്ത് തരം തോൽവികളായിരുന്നാലും ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാട്ടെ. ദാവീദ് അടുത്തു വന്നതുപോലെ, ദാവീദ് ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നതുപോലെ, അതെ, വചനധ്യാനത്തിൽ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാട്ടെ. അദ്ദേഹം എങ്ങനെ ജീവിച്ചിരുന്നു? അതെ, അദ്ദേഹം ദൈവസന്നിധിയിൽ എങ്ങനെയായിരുന്നു ഹൃദയം പകർന്നത്? പ്രാർത്ഥനയിൽ, ആരാധനയിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തെ പ്രാർത്ഥനയ്ക്കായി ഒന്ന് വിട്ടുകൊടുക്കാവോ? വചനധ്യാനത്തിനായി ഒന്ന് വിട്ടുകൊടുക്കാവോ? വചനധ്യാനവും പ്രാർത്ഥനയും നിങ്ങളുടെ സ്വഭാവമായിരിക്കട്ടെ. ആരാധന നിങ്ങളുടെ സ്വഭാവമായിരിക്കട്ടെ. ഇതൊക്കെ ദാവീദിന്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ടത്രേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മേൽ സ്വർഗം ജയം കൊടുത്തത്, സ്വർഗം ജയം നൽകിയത്. ഇന്ന് പകലിൽ നിങ്ങൾക്കൊരു ജയം ആവശ്യമുണ്ടോ? മറുത്തു നിൽക്കാതെ, ഈ ദൈവശബ്ദത്തിന് മറുത്തു നിൽക്കാതെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ തീരുമാനമെടുത്താട്ടെ. പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ മുട്ടുമടക്കിയാട്ടെ, ആരാധനയ്ക്കായി നിങ്ങളുടെ മുട്ടുമടക്കിയാട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നാട്ടെ, ദൈവത്തോടൊപ്പം നടന്നാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കും. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. തോൽവിയിലിരുന്ന് ആരെങ്കിലും ഈ ദൂത് കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, അവരെ തോൽവിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ജയത്തെ കൽപ്പിച്ചാക്കിയതിനായിട്ട് വിശ്വാസത്തോടെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടെ തോൽവികൾ മാറട്ടെ, ജയം സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചാക്കണമേ. തോൽവികൾ മാറി ആ തോൽവിയെ സ്വർഗത്തിലെ ദൈവം ജയം കൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മൊത്തം കർത്താവിന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഇവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.